ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പോത്തോസ്, അതായത് മണി പ്ലാന്റിലെ ഒരു വെറൈറ്റിയാണിത്. ഇത് മാർബിൾ പോത്തോസ് എന്നാണ് ഇതിന് പറയുന്നത്, മാർബിൾ പോത്തോസ്. അപ്പോൾ ഈ മാർബിൾ പോത്തോസിൻ്റെ പ്രോപ്പഗേഷൻ, അപ്പോൾ അത് നമ്മൾ കുറച്ച് നട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പം അതിങ്ങനെ ഡാമേജ് ആകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പോട്ടിൽ കുറച്ച് പോട്ടി മിക്സർ എടുത്തിട്ടുണ്ട്, മേൽമണ്ണ്, മണൽ, അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി, ചെറിയ ചകിരി പീസസ് ഇട്ടിട്ടുണ്ട്. അതായത് ഇതിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയായിട്ടുള്ള ഇതുപോലെ ഭംഗിയുള്ള ഇലകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല ബുഷിയായിട്ട് വരാനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പോട്ടി മിക്സറാണ് സെലക്ട് ചെയ്യാറുള്ളത്. 2 ആഴ്ച കൊണ്ട് തന്നെ ഈ ചട്ടി കവറായിട്ട് വരും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ വരുമ്പോൾ ഇത്രയും കട്ട് ചെയ്താൽ മതി. ഇതാവുമ്പം നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്ത് നടണം. അപ്പം ഇതുപോലെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ച് ഡെയിലി ആവശ്യത്തിന് വെള്ളവും കൊടുത്ത് നല്ല രീതിയിൽ, അതായത് ഓവർ വെയിലുള്ളിടത്ത് വെക്കരുത്, ഭയങ്കര ചൂടുള്ളിടത്തൊന്നും വെക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഷെയ്ഡിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തുകയാണെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഉള്ള ഒരു പോട്ടിൽ ഇത്രയും വെച്ച് ഇതിന് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് ഡെവലപ്മെൻ്റ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം വളരെ ഭംഗിയാണ് ഈ പോത്തോസ്. ഒരു 8 തരം പോത്തോസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ മാർബിൾ പോത്തോസാണിത്. ഇത് നമുക്ക് പിന്നെ വീടിനകത്തും പുറത്തും വർക്ക് ഏരിയയിലോ അല്ലെങ്കിൽ വീടിന് വെളിയിൽ ഉള്ള ഏരിയയിലോ ഡൈനിങ് റൂമിലോ സ്റ്റഡി ടേബിളിലോ എവിടെ വേണമെങ്കിലും ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പോട്ടിൽ വെച്ചിട്ട് ഇത് വേറൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അകത്ത് വെള്ളമൊന്നും വീഴാത്ത തരത്തിൽ നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു വ്യത്യാസവും അതുപോലെ 1 മാസം കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റും കാണിക്കാം കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് 2 ആഴ്ച കഴിഞ്ഞുള്ള നമ്മളെ പിന്നെ ഈ പോത്തോസിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ചട്ടിയൊക്കെ നിറയെ ലീഫെല്ലാം വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ വേറൊരു പോട്ടിൽ വെച്ച് അകത്ത് വയ്ക്കാമെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഡെയിലി കുറേശ്ശെ വെള്ളം കൊടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, വേറെ വളവും കൊടുക്കേണ്ട കാര്യമില്ല. നല്ല ഒരു അന്തരീക്ഷം കിട്ടുകയാണെങ്കിൽ ഇത് ഇതേ ഫ്രഷ്നെസ്സോട് കൂടെ ഇരിക്കും. ഇനി 1 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇത്രയും ബുഷിയായിട്ടുള്ള ഇലകൾ കണ്ടു. എത്രമാത്രം നോക്കി, ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഈ പോത്തോസിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മാർബിൾ പോത്തോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ഫ്രഷായിട്ട് ഇരിക്കാമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു നല്ല വൈറ്റ് പോട്ട് എടുത്ത് അതിലേക്ക് ഇറക്കി വെച്ചു ഉണ്ടോ. ഇതിനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പോത്തോസിൻ്റെ ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടൈപ്പ് പോത്തോസുമായിട്ട് വരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.